ആകെയുള്ള 243-ൽ 121 സീറ്റുകളിലേക്ക് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന് എല്ലാ വോട്ടുകളും പെട്ടിയിലാക്കി വിധിയെറിയാൻ കാത്തു നിൽക്കുകയാണ് ബീഹാറും ഒപ്പം രാജ്യം ഒന്നടങ്കവും. മുഴുവൻ തെരഞ്ഞെടുപ്പും കഴിയുന്നതിന് മുൻപ് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ച് പറയരുത് എന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശം ഉള്ളതുകൊണ്ട് കണക്കുകളെക്കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020-ൽ BJP സഖ്യത്തിന് ജയിക്കാൻ ബീഹാറിൽ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും ജയിച്ചത് കേവലം 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലുള്ള RJD ആണ്. നരേന്ദ്രമോദി രാജ്യത്ത് അതിശക്തമായ മുന്നേറ്റം നടത്തി ഒരു എതിരാളിയില്ലാതെ നിൽക്കുന്ന സമയത്ത് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ അസഖ്യമായിട്ട് പോലും അല്ലാത്തൊരു സമയത്ത് മഹാഗഡ്ബന്ധൻ എന്നാണ് അതിൻ്റെ പേരുണ്ടായിരുന്നത്. RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഒന്നിച്ചു നിന്ന് 115-ലേറെ സീറ്റുകൾ നേടി. ഒരു സംഘടനാ സെറ്റപ്പും ഇല്ല അന്ന്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രഖ്യാപനത്തിലും മുഴുവൻ തമ്മിൽ തല്ലായിരുന്നു 2020-ൽ. എന്നാൽ ഇത്തവണ രാജ്യത്തൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഒത്തൊരുമ, വിട്ടുവീഴ്ച, ഇതിൻ്റെ പരകോടിയിലായിരുന്നു ഇന്ത്യ സഖ്യം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവിനെയും കൂട്ടി മുഴുവൻ ഇടങ്ങളിലും പോയി ഇതാണ് ഞങ്ങളുടെ ബീഹാറിൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു മാസങ്ങളോളം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 75 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് ഇത്തവണ ഞങ്ങൾക്ക് 60 സീറ്റുകൾ മാത്രം മതിയെന്ന് പറഞ്ഞ് വിട്ടുവീഴ്ച ചെയ്തു. ബാക്കിയുള്ളവ മറ്റു പാർട്ടികൾക്ക് കൊടുത്തു. പരമാവധി സീറ്റിൽ ജയിക്കാൻ പണിയെടുത്തു. 100-നടുത്ത് സീറ്റുകളിൽ ഒറ്റയ്ക്ക് ജയിക്കാമെന്ന് തേജസ്വി യാദവ് രാഹുലിന് വാക്കു നൽകി. അങ്ങനെ മുഴുവൻ ഒരൊത്തൊരുമയുടെ കാഹളം മുഴക്കി പ്രചരണം നയിച്ചപ്പോൾ, ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകിയപ്പോൾ, NDA എന്ന BJP മുന്നണി ഇപ്പോഴും ആ തമ്മിൽ തല്ല് നിർത്തിയിട്ടില്ല. 80 സീറ്റുകളുള്ള BJPക്കും 40 സീറ്റുകളുള്ള JDUവിനും ഒരുപോലെയാണ് സീറ്റ് വിഭജനം നടത്തിയത്. 101 വീതം. ഒന്ന് കുറഞ്ഞാൽ പാലം വലിക്കുമെന്ന് നിതീഷ് കുമാർ അന്ത്യശാസനം നൽകിയതാണ് ഇതിന് കാരണം. BJPയും JDUവും പരസ്പരം വോട്ട് ചെയ്യാനല്ല, പാര പണിയാനാണ് അവസാനം വരെ മത്സരിച്ചത്. അതുപോലെ പരസ്പരം കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നിതീഷും ചിരാഗ് പാസ്വാനും ഒരു മുന്നണിയായി മത്സരിക്കുന്ന ഒരു വിരോധാഭാസവും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. ഇതെല്ലാം നരേന്ദ്രമോദിയുടെ മാത്രം പരാജയമായിരുന്നു. യോഗസ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ പ്രസംഗിച്ചു നടക്കുന്നതല്ലാതെ മുന്നണിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടി BJPക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിനിടയിലാണ് വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിയത്. ഇന്നും ഇന്നലെയുമല്ല, മാസങ്ങൾക്ക് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ ഗ്രാമങ്ങളും നഗരങ്ങളും അരിച്ചുപെറുക്കി പ്രചരണം നടത്തി. വോട്ട് ചോരി യാത്രയിൽ ബീഹാറിൻ്റെ ഹൃദയം തൊട്ടു. ആ രാഹുൽ ഗാന്ധി BJPയെ തുറന്നുകാട്ടാൻ തേജസ്വി യാദവിൻ്റെ കൈയും പിടിച്ച് നടന്നു. അത് ബീഹാറിൻ്റെ മണ്ണും മനസ്സും കീഴടക്കുന്നതായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ച് കാണുന്നു. അതിൻ്റെ ചില രേഖകൾ, അല്ലെങ്കിൽ എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നുള്ളതിൻ്റെ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് അത് പുറത്തു വിടുന്നില്ല. അതിർത്തി പ്രദേശങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. BJP ഇതര പാർട്ടികൾ ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളോട് അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ BJP വിരുദ്ധതയും കൂടുതൽ കാണപ്പെട്ടു. മാത്രമല്ല, കഴിഞ്ഞ തവണ ഏകദേശം 19ഓളം സീറ്റുകളിൽ കോൺഗ്രസ് മുന്നണി തോൽക്കാൻ കാരണക്കാരായ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി അവരുടെ സാന്നിധ്യം ഇക്കുറി എവിടെയും ഏശിയിട്ടില്ല. കാരണം കഴിഞ്ഞ തവണ ഉവൈസി മതന്യൂനപക്ഷങ്ങളെ ചതിക്കുകയായിരുന്നു. ഉവൈസി വഴി മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ അത് ചതിക്കപ്പെടുകയായിരുന്നു. വോട്ടുകൾ ഭിന്നിച്ചത് BJPക്കായിരുന്നു ഗുണം ചെയ്തത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ്, താരപ്രചരകൻ ഇമ്രാൻ പ്രതാപ് ഗാർഹിയാണ് ന്യൂനപക്ഷ മേഖലകളിലെല്ലാം ചുക്കാൻ പിടിച്ചത്. അങ്ങനെ എല്ലാ മേഖലകളിലെയും വോട്ട് ചോർച്ച അടച്ചപ്പോൾ NDAക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല കണക്കുകളെക്കുറിച്ച്. അതായത് ഈ പറയുന്ന 121 സീറ്റുകളിൽ കഴിഞ്ഞ തവണ BJP സഖ്യത്തിന് ലഭിച്ചിരിക്കുന്ന 15 മുതൽ 20 വരെ സീറ്റുകൾ ഇത്തവണ ഇന്ത്യ മുന്നണി നേടും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു റിപ്പോർട്ട്. അതിലാണ് ഇന്ത്യ മുന്നണി ആവേശത്തിലായത്. അത് 11-ാം തീയതി നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്നാണ് അറിയുന്നത്. 122 സീറ്റുകളിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഇമ്രാൻ പ്രതാപ് ഗാർഹിയും ഇളക്കിമറിച്ച ബീഹാറിൻ്റെ മണ്ണിൽ
ഒരു BJP നേതാവിനെയും അവർ സ്വീകരിച്ചില്ല എന്ന സത്യം ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കെ ഒന്നും രണ്ടും പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നീക്കുകയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി.